സഹോദരങ്ങളെ, NRC-യുടെ വിഷയം വന്നപ്പോ 2025 കൂടി നമ്മളോടൊന്ന് പോകേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ മുസ്ലിം സ്ഥാപനങ്ങളുടെ മുമ്പിലൊക്കെ വന്ന് നിന്നിട്ട്, വലിയ വലിയ മാളികകളുടെ മുമ്പിലൊക്കെ വന്ന് നിന്നിട്ട് ചില ആളുകളെന്ന് പറയാ 25 കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളതല്ലേ ഇത്, കാരണം അവരിട്ടിട്ട് പോകുമ്പോ നമ്മളല്ലേ ഉപയോഗിക്കേണ്ടത്. ആ വെള്ളം പതുക്കെ ഗ്യാസ് ഓഫാക്കിയിട്ട് ആ പാനപാത്രം എടുത്ത് ഏതെങ്കിലും ചേമ്പിന്റെ മുട്ടി കൊണ്ടുവന്ന് ഒഴിക്കുന്നതാണ് നല്ലത്, അല്ലാതെ ആ വെള്ളത്തിലൊന്നും വേവൂല. ഞാൻ കൊല്ലത്ത്, അത് വിട്ടുപോയി, കൊല്ലത്ത് പള്ളിമുക്കില് കേരളത്തിലെ ഏറ്റവും വലിയ ജുമാഅത്ത് പള്ളിയുള്ളത് നമ്മുടെ ഈ പറയുന്ന പള്ളിമുക്കില. ആ പള്ളിമുക്കില് ഞാൻ പ്രസംഗിക്കുമ്പോ എനിക്ക് മുമ്പ് പ്രസംഗിച്ചത് ഒരു ഹിന്ദു സഹോദരനാ. അദ്ദേഹം പറയുന്നു, ഞാൻ എന്റെ നാട്ടിലെ ഞങ്ങളുടെ ജമാഅത്ത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിന്റെ അമ്പലത്തിലെ, ഞങ്ങളുടെ നാട്ടിലുള്ള അമ്പലത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. പക്ഷെ കമ്മിറ്റിയിൽ ഒരു RSS-കാരൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാനില്ല എന്ന് പറഞ്ഞിട്ട് ദേവിയെ തൊഴുതിട്ട് ഞാൻ ഇനി മാറിക്കൊടുത്തു, അവരായി അവരുടെ പാടായി എന്ന് പറഞ്ഞു. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ നടത്തുന്ന നബിദിനക്കെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ പ്രസംഗിക്കാൻ അമ്പലത്തിലെ പ്രസിഡന്റുമാര് പ്രസംഗിക്കാൻ വരുന്നുണ്ട്. കാരണം ഹിന്ദു വേറെ, ഹിന്ദുത്വം വേറെ, ക്രൈസ്തവത വേറെ, ക്രിസ്സംഗിത്വം വേറെ. അത് വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം. 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ, 1 ലക്ഷത്തിലധികം വരുന്ന പുണ്യ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ പ്രബോധിത ജനതയുടെ മുന്നിലേക്ക് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിക്കുമ്പോൾ ആ പ്രവാചകന്മാര് മുഴുവനും അധിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്, വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് ആക്ഷേപിക്കപ്പെടുക എന്ന് പറയുന്നത് അതൊരു പുത്തരിയാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെല്ലാം വിമർശിക്കാം. പ്രവാചകനെ, ഇങ്ങനെ ഒരു മുഹമ്മദ് എന്ന ആട്ടിടയനെ മാത്രമേ നിങ്ങൾക്ക് പ്രവാചകനായി കിട്ടിയോളോ എന്നത്തെ മക്കയുടെ ഫാസിസ്റ്റുകൾ ഇന്നത്തെ RSS-കാരനേക്കാൾ കൊടിയ വിഷജന്തുക്കളായിരുന്നു അന്നത്തെ മക്ക മുശ്രിക്കീങ്ങൾ ചോദിച്ചിരുന്നു, ഇങ്ങനെ ഒരു പ്രവാചകൻ എന്തിനായി ലോകത്ത് വന്നത്? ഞങ്ങളോടൊപ്പം കഴിക്കുന്നു, അങ്ങാടിയിൽ നടക്കുന്നു, ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കുന്നു, ഇങ്ങനെ ഒരു പ്രവാചകനെ മാത്രമേ അള്ളാഹു എന്ന് പറയുന്ന സൃഷ്ടാവിന് കിട്ടിയോളോ എന്ന് ചോദിച്ച മനോഹരമായ പ്രതിഷേധങ്ങളാകാമായിരുന്നല്ലോ നിങ്ങൾക്ക് പ്രവാചകനെ പറ്റി അധിക്ഷേപിക്കാൻ. അങ്ങനെയുള്ള എന്തെല്ലാം നിങ്ങൾക്ക് പറയാമായിരുന്നു. പ്രവാചകൻ ഒരു മനുഷ്യനാണ് എന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ. പ്രവാചകൻ ഭക്ഷണം കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന, മലമൂത്ര വിസർജനം ചെയ്യുന്ന, ചൂടും തണുപ്പും അറിയുന്ന, സിരകളിലൂടെ ചുടുനിണം ഒഴുകുന്ന, എല്ലാ സന്തോഷവും സന്താപവും തിരിച്ചറിയുന്ന ഒരു പച്ചയായ മനുഷ്യനാണ് എന്ന് നിങ്ങൾക്ക് പരിഹസിക്കാമായിരുന്നല്ലോ. അതൊന്നുമല്ല നിങ്ങൾ പരിഹസിച്ചത്. നിങ്ങൾ എന്താ പരിഹസിച്ചത്? പ്രവാചകൻ ബാലപീഡകനാണ് പോലും. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ് എന്ന് സമൂഹത്തിനെ പഠിപ്പിക്കാനാണ്. ഞങ്ങൾക്കറിയാം RSS-കാരനൊന്നും ഇത് കേൾക്കൂല, BJP-കാരൊന്നും ഇത് കേൾക്കൂല. കേട്ടാൽ തന്നെ തിരിച്ചറിയാനുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അതിനുള്ള തലച്ചോറൊന്നും അവർക്കില്ല എന്ന് ഇവിടെ വ്യക്തമാണല്ലോ, ഇവിടെ വ്യക്തമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു കാര്യം ഒരു അക്കാഡമിക് തലത്തിൽ നിന്നുകൊണ്ട് ഒരു പഠന വിധേയമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയാൻ, അള്ളാഹുവിന്റെ ഹബീബ് ആയിഷ ബീവി എന്ന 9 വയസ്സുകാരിയെ 50 വയസ്സുകാരനായ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കുന്ന കാലഘട്ടം ഏതാണ്? ഏത് കാലഘട്ടത്തിലാണ്? ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടുപോകൂല. ഞാൻ എന്റെ പ്രിയ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പറയുകയാണ്. ഇവിടെ വൈകുന്നേരമാകുമ്പോ ഹൈന്ദവ സഹോദരങ്ങൾ കുളിച്ച് അവര് ശുദ്ധിയായി, അവര് നെറ്റിയിൽ കുങ്കുമം വരച്ച്, അവർ അവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ശുചീകരണം വരുത്തി, അവർ വളരെ ബഹുമാനത്തോടുകൂടി രാമായണം എടുത്തു വെച്ചിട്ട് അവർ പാടാറുണ്ട്, അവർ വായിക്കാറുണ്ട്, ശ്ലോകങ്ങൾ ചൊല്ലാറുണ്ട്, അവർ അത് പാരായണം ചെയ്യാറുണ്ട്. അതേ രാമായണത്തിൽ പറഞ്ഞിട്ടില്ലേ, ശ്രീരാമ ഭഗവാൻ 13 വയസ്സുള്ളപ്പോൾ സീതാദേവി എന്ന 6 വയസ്സുകാരിയാണ് കല്യാണം കഴിച്ചത് എന്ന് നിഷേധിക്കാൻ കഴിയോ? ഇതെവിടെ ഉള്ളതാണ്? ബുഖാരിയിലുള്ളതാണോ? മുസ്ലിമിലുള്ളതാണോ? സിഹാഹു സിത്തയുടെ ഗ്രന്ഥങ്ങളിലുള്ളതാണോ? ഖുർആനിന്റെ ഏതെങ്കിലും ഒരു അധ്യായത്തിലുള്ളതാണോ? അഖീദയുടെ ഏതിലുള്ളതാ? സാക്ഷാൽ രാമായണത്തിൽ പറയുന്നു, ശ്രീരാമ ഭഗവാൻ 13 വയസ്സുള്ളപ്പോൾ 6 വയസ്സുള്ള സീതാദേവിയെ വിവാഹം കഴിച്ചു എന്ന്.
ഏതെങ്കിലും പള്ളിയിൽ പറഞ്ഞോ ശ്രീരാമൻ ബാലപീഡകനാണെന്ന്? മസ്ജിദുകളിൽ ഇമാമിയങ്ങൾ സംസാരിച്ചോ സീതാദേവി എന്ന ബാലികയെ പീഡിപ്പിച്ച കിരാതനാണെന്ന് പറഞ്ഞോ? ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും പള്ളിയിലെ ഇമാമ പ്രസംഗിച്ചാൽ ആ ഇമാമിന്റെ നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് അരുത് കാട്ടാള, ഇനി ഈ പണി നിനക്ക് തുടരാൻ അനുവദിക്കുകയില്ല, നിനക്ക് അർഹതയില്ലെന്നല്ലേ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ പറയുകയുള്ളൂ. ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുന്നു, വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ, വിശുദ്ധമായ ഖുർആനും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ഒന്നും പരാമർശിച്ച ഒരു വിഷയമല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. നരേന്ദ്രൻ എന്ന് പറയുന്ന കുസൃതി കുറുമ്പനിൽ നിന്ന് ലോക മത സമ്മേളനങ്ങളിൽ പ്രത്യേക ക്ഷണിതാവായി മാറിയ ഇന്ത്യ രാജ്യത്തെ നല്ല ഒരു സ്വാമിജിയായി നമുക്കെടുത്ത് പറയാൻ കഴിയുന്ന യോഗി ആദിത്യനാഥിനെ ഒന്നും നമുക്ക് അങ്ങനെ എടുത്ത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ സ്വാമിജിമാരെ നമുക്ക് മാതൃകയാക്കാൻ വേണ്ടി പറയാൻ പറ്റുന്ന സ്വാമിജിമാരിൽ ഒരു പ്രധാനപ്പെട്ട സ്വാമിജിയാണല്ലോ നരേന്ദ്രൻ എന്ന കുസൃതി കുറുമ്പനിൽ നിന്ന് ലോകമത സമ്മേളനത്തിൽ പ്രത്യേക ക്ഷണിതാവായി മാറിയ സ്വാമി വിവേകാനന്ദൻ. ആ സ്വാമി വിവേകാനന്ദന്റെ ഈ വളർച്ചയുടെ പിന്നിലെ ചാലക ശക്തിയായ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്ന അവർ ആരാധിക്കുന്ന സ്വാമി വിവേകാനന്ദന്റെ ഗുരു കൂടിയായ ആത്മീയ നേതൃത്വമായ ശ്രീരാമകൃഷ്ണ പരമഹംസന് 1859 അഥവാ 18-ാം നൂറ്റാണ്ടിൽ ശാരദാദേവി എന്ന് പറയുന്ന 5 വയസ്സുകാരിയെ കല്യാണം കഴിച്ചത് ബാലപീഡനമായിരുന്നോ? ശിശുഗാമിയാണോ ശ്രീരാമകൃഷ്ണ പരമഹംസൻ? ഏതെങ്കിലും പള്ളിയിലെ ഇമാമ പ്രസംഗിച്ചോ? ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾ വായിച്ചോ? ഒന്നും വായിച്ചില്ലല്ലോ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഹൈന്ദവാചാര്യനായി അറിയപ്പെടുന്ന മുസ്ലിം സമൂഹം, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ എപ്പോഴും എടുത്തു പറയാറുള്ളത് ഖാജാ മുഈനുദ്ദീൻ അൽ-ചിശ്തി അൽ-അജ്മീരി സഞ്ചരി റഹിമഹുല്ലാഹ്, മഹാനായ ആ മനുഷ്യനെ പോലെ മുസ്ലിം സമൂഹം ഒരു ഇന്ത്യയുടെ നവോത്ഥാന നായകനായി എണ്ണുന്നുവെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഹൈന്ദവാചാര്യനായി അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭാരതത്തിലെ ഹൈന്ദവാചാര്യനായ മഹാദേവ ഗോവിന്ദ എന്ന് പറയുന്ന ഹൈന്ദവാചാര്യൻ, അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടതിന് ശേഷം 31-ാമത്തെ വയസ്സിൽ 31-ാമത്തെ വയസ്സിൽ അദ്ദേഹം പുനർവിവാഹം നടത്തിയത് രമാഭായി എന്നു പേരുള്ള 11 വയസ്സുള്ള ഒരു സ്ത്രീയായിരുന്നില്ലേ? ആരെങ്കിലും പറഞ്ഞോ അത് ബാലപീഡനമായിരുന്നുവെന്ന്? ഇല്ല. ഇന്ത്യൻ ഭരണഘടന മാറ്റിവെക്കണം, ഇവിടെ മനുവിന്റെ സ്മൃതി കൊണ്ടുവരണമെന്ന് ഇവിടത്തെ RSSകാർ ഉദ്ഘോഷിക്കുമ്പോ ആ സാക്ഷാൽ മനുസ്മൃതി പരിശോധിച്ച വയസ്സുകാരി വിവാഹം കഴിക്കണമെന്നല്ലേ ഇവിടത്തെ RSSകാരൻ നിഷേധിക്കാൻ കഴിയോ? നിഷേധിക്കാൻ കഴിയോ? കഴിയില്ല. അങ്ങാടി വാണിഭം അറിയാതെ ഇവിടെ ആടുന്ന ചില കുഞ്ഞാടുകളുണ്ട്. PC ജോർജിന്റെ വക്താക്കൾ, പാലാ ബിഷപ്പിന്റെ വക്താക്കൾ. നിങ്ങൾക്കറിയോ അവരെ പറയുന്ന പേര് ക്രിസംഗികളെന്ന? ആ ക്രിസംഗികളൊന്നറിയണം, നിങ്ങളെ ന്യൂനപക്ഷമാണ് എന്ന ഒരു തിരിച്ചറിവ് പോലും ഇല്ലാതെ ഇസ്ലാമിനെതിരെ കുതിര കയറാൻ ശ്രമിക്കുമ്പോൾ PC ജോർജ് നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ പാലാ ബിഷപ്പ് നേതൃത്വം കൊടുക്കുന്ന ക്രിസംഗികൾ, ഇവിടത്തെ ശുദ്ധ ക്രിസ്ത്യാനികളെയല്ല ഞാൻ പറയുന്നത്, അത് ഞങ്ങളുടെ ജീവന്റെ ജീവനാ. ഇവിടത്തെ ഹിന്ദുക്കളെയല്ല ഞാൻ പറയുന്നത്, അവർ ഞങ്ങളുടെ ജീവന്റെ ജീവനാ. പക്ഷേ ഹിന്ദു മതത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്യപ്പെട്ട് ഹിന്ദുത്വ മതത്തിലേക്ക് പോയ RSSകാരെയും ക്രൈസ്തവ മതത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് ക്രിസംഗി മതത്തിലേക്ക് പോയ ആ ക്രിസംഗികളെയും ഞങ്ങൾക്ക് പറയാനുള്ളത്, ക്രിസംഗികളൊന്നറിയണം, അബ്രഹാമിന്റെ മകന് ഇസ്ഹാഖ് എന്ന് പറയുന്ന വ്യക്തി വിവാഹം കഴിച്ച റബേക്കയ്ക്ക് എന്ന വയസ്സുണ്ടായിരുന്നു. 3 വയസ്സ്. കൂടി പ്രായം കഴിഞ്ഞിട്ട് 1 വർഷം കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. നിഷേധിക്കാൻ ഇവിടത്തെ പ്രസംഗികൾക്ക് കഴിയോ? അബ്രഹാമിന്റെ മകൻ, 2ാമത്തെ മകൻ ഇസ്ഹാഖ് ആരാണെന്ന് നമുക്കറിയുമല്ലോ. അങ്ങനെ ചരിത്രം ഉണ്ടോ? അതില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാക്ഷാൽ ശ്രീ യേശു, ആ യേശുവിന്റെ പ്രിയപ്പെട്ട മാതാവ് മറിയ വിവാഹം കഴിച്ചയക്കപ്പെട്ടത് ആർക്കാണ്? 12-ാമത്തെ വയസ്സിലാണ് അവർ വിവാഹിതയാകുന്നത്. ആരാണ് വിവാഹം കഴിച്ചത്? യോസേഫ് എന്ന് പറയുന്ന 40-ാമത്തെ വയസ്സിൽ സലോമിയ എന്ന് പറയുന്ന വനിതയെ വിവാഹം കഴിച്ച് 40 വയസ്സുകൂടി ജീവിച്ചിരുന്ന് സലോമിയ മരണപ്പെട്ടതിന് ശേഷം ഈ പറയുന്ന ഈ മറിയ എന്ന് പറയുന്ന യേശു ക്രിസ്തുവിന്റെ മാതാവിനെ യോസേഫ് വിവാഹം കഴിക്കുമ്പോൾ 12 വയസ്സുള്ള
മറിയയ്ക്ക് വിവാഹം കഴിക്കുമ്പോൾ കഴിക്കുന്ന യോസേഫിന്റെ പ്രായം 90 വയസ്സായിരുന്നു. നിഷേധിക്കാൻ ഇവിടുത്തെ ക്രിസ്തംഗികൾക്ക് കഴിയോ? ഇതും ബുഖാരിയിലുള്ളതല്ല, ഇതും മുസ്ലിമിലുള്ളതല്ല, ഇബ്നു മാജയിലുള്ളതല്ല, നസായിലുള്ളതല്ല, അബൂദാവൂദിലുള്ളതല്ല, തുർമുദിയിലുള്ളതല്ല, തഹാവിയിലുള്ളതല്ല, തബ്റാനിയിലുള്ളതല്ല. ഇത് എവിടെ ഉള്ളതാ? സാക്ഷാൽ കാത്തലിക് എൻസൈക്ലോപീഡിയ. നിഷേധിക്കാൻ കഴിയും ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക്, ക്രിസ്തംഗികൾക്ക് നിഷേധിക്കാൻ കഴിയോ? ആരാണ് പ്രവാചകനെന്ന് ഞാൻ പറഞ്ഞു തരാം. ആരാണ് പ്രവാചകനെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കേണ്ട സഹോദരങ്ങളെ. നിഷേധിക്കാൻ കഴിയോ ഇവിടുത്തെ ക്രിസ്തംഗികൾക്ക്? ഏറ്റവും ഒടുവിൽ ഞാൻ പറയുന്നു, ക്രൈസ്തവ അവരുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ സ്കോട്ട്ലൻഡിന്റെ ഭരണാധികാരി രാജാവായിരുന്ന ഡേവിഡ് രണ്ടാമൻ എന്ന് പറയുന്ന വ്യക്തി 1328 അഥവാ 13-ാം നൂറ്റാണ്ടിൽ ഡേവിഡ് രണ്ടാമൻ എന്ന സ്കോട്ട്ലൻഡിലെ രാജാവ് വിവാഹം കഴിച്ചയക്കപ്പെടുന്നത് 4 വയസ്സുള്ളപ്പോഴാണ്. ജീവിതസഖിയായി കടന്നു വന്ന ഭാര്യ ജോണിന് അന്ന് വയസ്സ് 7. ബാലപീഡനമായിരുന്നു സ്കോട്ട്ലൻഡിലെ ഡേവിഡ് രണ്ടാമൻ നടത്തിയത്. ശിശുഗാമിയായിരുന്നു. ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ? ഇതെന്താ ഇതിന്റെ പശ്ചാത്തലത്തോടെ ഞാൻ പറഞ്ഞു തരാം. ഒടുവിൽ ഫ്രാൻസിലെ ചാൾസ് രാജന്റെ മകൾ ഇസബെല്ല രാജ്ഞിയെ വിവാഹം കഴിച്ചയക്കപ്പെടുമ്പോൾ 1396 7 വയസ്സുള്ളപ്പോഴാണ് വിവാഹം കഴിച്ചയക്കപ്പെടുന്നത്. അന്ന് കല്യാണം കഴിച്ചത് ഇംഗ്ലണ്ട് രാജാവ് റിച്ചാർഡ് രണ്ടാമൻ എന്ന് പറയുന്നയാളാ വിവാഹം കഴിക്കുന്നത്. എത്ര വയസ്സ്? 7 വയസ്സ്. ബാലപീഡനമായിരുന്നു. ഞാൻ പറയട്ടെ, മലയാള മനോരമ എന്ന കേരളത്തിന്റെ സാക്ഷര കേരളത്തിന്റെ മുത്തശ്ശി പത്രം വെള്ള പേപ്പറിൽ കറുത്തക്ഷര കൂട്ടങ്ങൾ എഴുതി പിടിപ്പിച്ച് മുസ്ലിം സമുദായത്തിനെതിരെ ചില സമയങ്ങളിൽ ആ മനോരമയുടെ വിഷം ഇങ്ങനെ വമിഞ്ഞ് പൊന്നി പുറത്തേക്ക് വരുന്ന സാക്ഷാൽ മലയാള മനോരമയുടെ സ്ഥാപക നേതാവായിരുന്ന മാമൻ മാപ്പിളയുടെ വിവാഹം നടക്കുമ്പോ 15 വയസ്സും മാമിയുടെ പ്രായം 10 വയസ്സുമാണ്. നിഷേധിക്കാൻ കഴിയോ ഇവിടുത്തെ മനോരമക്കാർക്ക്? എന്നാൽ മറ്റൊരു മുത്തശ്ശി പത്രമാകുന്ന മാതൃഭൂമി, ആ മാതൃഭൂമിയുടെ സ്ഥാപകനായിരുന്ന കേശവമേനോൻ വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 9 വയസ്സ് കൂട്ട്. ബാലപീഡനമായിരുന്നു. അവസാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നിഷേധിക്കാൻ കഴിയോ? കാരണം കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആചാര്യനായ AK ഗോപാലൻ എന്ന് പറയുന്ന AKG, ആ AKG അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സുശീല ഗോപാലനെ ആദ്യമായിട്ട് പ്രണയിക്കുമ്പോൾ അത് പ്രേമ കല്യാണമായിരുന്നില്ലേ? ആ പ്രേമിച്ച പ്രായം എത്രയാണ്? AKG എന്ന AK ഗോപാലന്, കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആചാര്യന് സുശീല ഗോപാലനെ പ്രണയിക്കുമ്പോൾ സുശീല ഗോപാലന്റെ പ്രായം 12 വയസ്സ്. അത് ശിശുപീഡനമായിരുന്നോ? ബാലപീഡനമായിരുന്നോ? ഞാൻ വീണ്ടും 1-2 കണക്കുകൂടങ്ങൾ മുമ്പിൽ പറയാം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന എന്ന് പറഞ്ഞാൽ അബ്ദുൽ ജബ്ബാർ മാഷിന്റെയും ജാമിദയുടെയും അസ്ഗർ അലിയുടെയും ഒക്കെ നേതാവായിരുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ നേതാവ് പെരിയാർ രാമസ്വാമി അവിടത്തെ പ്രിയപ്പെട്ട ഭാര്യയായി നാഗമ്മയെ കല്യാണം കഴിച്ചത് 13-ാമത്തെ വയസ്സിലല്ലേ? നിഷേധിക്കാൻ കഴിയും ഇവിടുത്തെ നിരീശ്വരവാദികൾക്ക്? കഴിയില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ഇത് നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന മഹാത്മാഗാന്ധിജി, ആ മഹാത്മാഗാന്ധിജി 13 വയസ്സുള്ളപ്പോഴല്ലേ കസ്തൂർബ എന്ന് പറയുന്ന ഭാര്യ 14 വയസ്സുള്ളവരെ വിവാഹം കഴിച്ചത്? ഗാന്ധിജി ബാലപീഡകനായിരുന്നോ? ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന വിശുദ്ധ ഖുർആൻ വലത് കൈയിൽ പിടിച്ച് ഇടത് കൈയിൽ ഇന്ത്യൻ ഭരണഘടനയെ ചേർത്ത് പിടിക്കുന്ന ഇവിടുത്തെ മുസ്ലിം ഉമ്മത്ത്, ഈ മുസ്ലിം ഉമ്മത്ത് ഭരണഘടന അനുശാസിക്കുന്നതിന്റെ അപ്പുറത്ത് ഒരു മുസ്ലിം മാറ്റി ചവിട്ടിയിട്ടില്ല ഇന്ത്യൻ ഭരണഘടന. ആ ഇന്ത്യൻ ഭരണഘടനയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ 1906 അഥവാ 19-ാം നൂറ്റാണ്ടിൽ അംബേദ്കർ 15 വയസ്സുള്ളപ്പോഴല്ലേ 9 വയസ്സുള്ള രമാദേവിയെ വിവാഹം കഴിച്ചത്?
ബാലപീഡനമായിരുന്നു. എഴുതി വെച്ചോ, ഈ രാജ്യത്തിന്റെ ഗണിത ശാസ്ത്രജ്ഞനായി ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അറിയപ്പെട്ട ശ്രീനിവാസ രാമാനുജൻ എന്ന് പറയുന്ന 1909 അഥവാ 19-ാം നൂറ്റാണ്ടിൽ വിവാഹം കഴിച്ച ഗണിത ശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജന് 21 വയസ്സുള്ളപ്പോഴല്ലേ ജാനകിയമ്മാളം എന്ന് പറയുന്ന 10 വയസ്സുകാരി വിവാഹം കഴിച്ചത്. എന്റെ രാമാനുജൻ ബാലപീഡകനായിരുന്നോ? അദ്ദേഹം ശിശുഗാമിയായിരുന്നോ? ഞാൻ ഈ പറയുന്നത് ഓരോന്നും നിങ്ങൾ അക്കമിട്ട് മനസ്സിലാക്കണം. ഇന്ത്യൻ ഫിസിക്സിന്റെ തലവനായി അറിയപ്പെടുന്ന 914 19-ാം നൂറ്റാണ്ടിൽ വിവാഹം കഴിച്ച സത്യേന്ദ്രനാഥ് ബോസ് എന്ന് പറയുന്ന വ്യക്തി 20 വയസ്സുള്ളപ്പോൾ ഉഷാ ഘോഷ് എന്ന് പറയുന്ന 11 വയസ്സുകാരി വിവാഹം കഴിച്ചു. എന്റെ ഫിസിക്സിന്റെ തലവൻ സത്യേന്ദ്ര ബോസ് നാഥ് അദ്ദേഹം ശിശുപീഡകനായിരുന്നോ? അദ്ദേഹം ശിശുഗാമിയായിരുന്നോ? ബാലപീഡകനായിരുന്നോ? അല്ല. ഇനി ഇന്ത്യയുടെ കഥ ഞാൻ ഒന്നുകൂടെ പറയാം. 1891 ബ്രിട്ടീഷിന്റെ തീരുമാനം വന്നു, ഇന്ത്യ രാജ്യത്ത് ഒരു പെണ്ണിനെ വേൽക്കണമെങ്കിൽ ആ പെണ്ണിന് ന്യായമായ 12 വയസ്സ് വേണമെന്ന് പറഞ്ഞു. ആരാ? ബ്രിട്ടീഷുകാരെ നിയമം കൊണ്ടുവന്നു. എപ്പോഴാ? 891 18-ാം നൂറ്റാണ്ടിന്റെ ഒടുക്കത്തിൽ. എന്താ പറഞ്ഞത്? 12 വയസ്സുള്ള പെണ്ണിനെ മാത്രമേ ശാരീരികമായി ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ല, ഞങ്ങൾക്ക് 10 വയസ്സായി ചുരുക്കി തരണമെന്ന് പറഞ്ഞ് ഇവിടെ സമരം ചെയ്തതാരാ? നിഷേധിക്കാൻ ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു ജനാധിപത്യ വിശ്വാസി തയ്യാറാകുമോ? ഇന്ത്യ മഹാരാജ്യത്ത് 10 വയസ്സെങ്കിലും അനുവദിച്ചു തരണമെന്ന് പറഞ്ഞത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന ബാലഗംഗാധര തിലകനായിരുന്നില്ലേ? അദ്ദേഹം ബാലപീഡകനാണോ? അദ്ദേഹം ശിശുഗാമിയാണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൽക്കാലം ഞാൻ കണക്ക് അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇനിയും പറയാനുണ്ട്. ഹരിയാന ഹൈക്കോടതിയുടെ തീരുമാനം വന്നു, 16 വയസ്സുള്ള മുസ്ലിം പെണ്ണിന് വിവാഹം കഴിക്കാൻ അനുവാദം കൊടുക്കണം. 2022 അങ്ങനെ ഒരു തീരുമാനം വന്നെങ്കിൽ 8-ാം നൂറ്റാണ്ടിൽ 9 വയസ്സുകാരിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ 50 വയസ്സുകാരനായ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചതിൽ എന്താക്ഷേപമാ പറയാറുള്ളത്? ഒന്നുമില്ല. ഈ കണക്കുകൾ മുഴുവനും മുൻനിർത്തിയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതൊന്നും ആരും ഒരു ചർച്ചയ്ക്കെടുത്തിട്ടില്ല. കാരണം ഇത് കാലഘട്ടത്തിന്റെ പ്രത്യേകത. 2 നൂറ്റാണ്ട് കഴിയട്ടെ, 200 വർഷം കഴിയട്ടെ, എന്റെയും ജാബിർ ഉസ്താദിന്റെയും ലത്തീഫ് ഉസ്താദിന്റെയും മുജീബ് റഹ്മാൻ ബാക്കവിയുടെയും നൗഷാദ് മന്നാനിയുടെയും എന്റെ മുന്നിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷകരുടെ മക്കളുടെ കാലം വരുമ്പോൾ അവരന്ന് കളിയാക്കും നമ്മളെ. ഏത് 2-3 തലമുറ കഴിഞ്ഞു വരുന്ന ആ തലമുറ കളിയാക്കും. ഞങ്ങളുടെയൊക്കെ ഉപ്പാപ്പമാര് കല്യാണം കഴിച്ചത് 21 വയസ്സുള്ളപ്പോ 18 വയസ്സുകാരിയെ അശ്ശയെ മോശമല്ലേ എന്ന് ഇന്നത്തെ കല്യാണ പ്രായത്തെ അന്ന് ആക്ഷേപിക്കും. കാരണം ഇന്നത്തെ പ്രത്യേകത 18ഉം 21ഉം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 9 വയസ്സുകാരിയെ വിവാഹം കഴിച്ചു എന്ന് നിങ്ങൾ പറയുന്നല്ലോ. ഞാൻ പറയുന്നു അല്ല, 6 വയസ്സുകാരിയെ വിവാഹം കഴിച്ചത്. 6 വയസ്സുള്ള ആയിഷ എന്തിനാ മടിക്കുന്നത്? ഞങ്ങൾക്ക് ധീരമായിട്ട് വെല്ലുവിളിക്കാൻ കഴിയും, ഞങ്ങൾക്ക് ധൈര്യമായി വെല്ലുവിളിക്കാൻ കഴിയും. ഹബീബായ നബി തങ്ങൾ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ലോകത്ത് എവിടെ ചെന്ന് വൈറ്റ് ഹൗസിൽ ജോസഫ് ബൈഡന്റെ മുമ്പിലോ ഇന്ത്യൻ പാർലമെന്റിൽ ചെന്ന് നരേന്ദ്രമോദിയുടെ മുമ്പിലോ കേരള ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ചെന്നിട്ട് സഖാവ് പിണറായി വിജയനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് വെല്ലുവിളിക്കാം. ലോകത്തുള്ള മുഴുവൻ ഭരണാധികാരികളെ ഞങ്ങൾക്ക് വെല്ലുവിളിക്കാം. എന്തുകൊണ്ട്? ഞങ്ങളുടെ മിടുക്കല്ല, ഞങ്ങളുടെ ഹബീബായ നബി തങ്ങളുടെ ജീവിതം അത്രയും സംശുദ്ധമായതുകൊണ്ട് ഞങ്ങൾക്ക് വെല്ലുവിളിക്കാം. ആരെ ഞങ്ങൾക്ക് പേടിക്കേണ്ടതില്ല. ഞങ്ങളുടെ പ്രവാചകൻ ആയിഷ ബീവി എന്ന പ്രിയപ്പെട്ട മഹദിയായ ഭാര്യയുടെ മടിയിൽ തല വെച്ച് കിടന്നപ്പോൾ ഞാൻ എന്റെ ഹബീബിന് തല ചീകി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഞങ്ങൾ ഒരേ പാത്രത്തിൽ നിന്ന് കുളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, മോളെ ആയിഷ, നീ പിണങ്ങുമ്പോ എനിക്ക് നന്നായിട്ട് അറിയാം മോളെ. എങ്ങനെ അറിയും ഹബീബേ? നീ പിണങ്ങുമ്പോ ഇബ്രാഹിം നബിയുടെ നാഥനെ തന്നെയാണ് സത്യമെന്ന് പറയൂ. നീ ഇണക്കത്തിന്റെ സമയമാണെങ്കിൽ പറയൂ നബിയേ, അങ്ങയുടെ നാഥനെ തന്നെയാണ് സത്യമെന്ന് പറയൂ. അതിലൂടെ ഒരു വാക്കിലൂടെ എനിക്ക് നിനക്ക് എന്നോടുള്ള ചെറിയ പിണക്കത്തെ തിരിച്ചറിയുമെന്ന് പറഞ്ഞ മാതൃകാ ദാമ്പത്യ കുടുംബ ജീവിതത്തിന്റെ മഹിതമായ മാതൃക ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് ധീരമായിട്ട് പറയാൻ കഴിയും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6 വയസ്സുള്ളപ്പോൾ 51ാമത്തെ വയസ്സിൽ നബി തങ്ങൾ വിവാഹം കഴിച്ചു.
വീട് കൂടിയത് 53-ാമത്തെ വയസ്സിൽ നബി തങ്ങൾ ഹിജ്റ പോയി. ആ ഹിജ്റ പോയതിന് ശേഷം മദീന എന്ന് പറയുന്ന യസ്രിബിൽ വെച്ച് ആയിഷാ ബീവിക്ക് പനി പിടിച്ചു. മൊട്ടയായി തലമുണ്ടനം ചെയ്യപ്പെട്ടവളെ പോലെ ജ്വരപ്പനി പിടിച്ച് ആയിഷാ ബീവി റളിയല്ലാഹു തആലാന്റെ പനി പിടിച്ചിട്ട് ശരീരത്തെ തലമുടി മുഴുവനും കൊഴിഞ്ഞു പോയപ്പോ ആ ആയിഷ ബീവിയുടെ പ്രിയപ്പെട്ട ഉപ്പ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, നബിയെ കൊണ്ടുപോകുന്നില്ല എന്റെ മോളെ, വിവാഹം കഴിഞ്ഞിട്ട് 3 കൊല്ലം ആയില്ലേ, അന്ന് എന്റെ പൊന്നുമോക്ക് 6 വയസ്സ്, ഇന്ന് എന്റെ പൊന്നുമോക്ക് 9 വയസ്സ്, അന്ന് നിങ്ങൾക്ക് 51, ഇന്ന് 53 ആയില്ലേ, നിങ്ങൾക്ക് എന്റെ ഹബീബെ എന്റെ മകളെ കൊണ്ടുപോകില്ലേ എന്ന് ചോദിച്ച് അവസാനം മദീനയിൽ വെച്ചാണ് വീട് കൂടിയത്. 9-ാമത്തെ വയസ്സിൽ, വിവാഹം കഴിച്ചത് 6-ാമത്തെ വയസ്സിലാണ്. എന്തിനാ മടിക്കേണ്ടത്? ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എങ്ങനെ മനസ്സിലാക്കാം? 40-ാമത്തെ വയസ്സിൽ റിസാലത്തുൻ നബുവത്തും കിട്ടി. 40-ാമത്തെ വയസ്സിൽ റിസാലത്തുൻ നബുവത്തും കിട്ടി. ആ സമയത്ത് ആളുകൾ എന്തൊക്കെ പറഞ്ഞു? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങാടിയിലൂടെ നടക്കുന്ന, ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടക്കുന്ന, ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ഈ മുഹമ്മദ് എന്ന അബ്ദുള്ളയുടെ മകനെ കിട്ടിയോളോ പടച്ചോന് ഒരു നേതാവായി, ഒരു പ്രവാചകനായി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. 11 കൊല്ലം കഴിഞ്ഞ് 51-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചപ്പോ ഇതേ ആളുകളിൽ പലരും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അവരാരെങ്കിലും കളിയാക്കിയോ? എടോ മുഹമ്മദ് 51-ാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞാൽ 50ന്റെ നിറവിൽ നിൽക്കുന്ന അങ്ങ് 6 വയസ്സുകാരി വിവാഹം കഴിച്ചത് മോശമായി പോയി എന്ന് ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞില്ല. ആയിഷാ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്നത്തെ ആളുകൾക്ക് വിവാഹം നടപ്പിലാക്കി കൊടുക്കുന്ന ഖൗലത്ത് എന്ന് പറയുന്ന സ്വഹാബിയത്തായ വനിത ഈ ആലോചനയുമായി നബി തങ്ങളുടെ മുമ്പിൽ ചെല്ലുമ്പോ നബി തങ്ങൾ അനുവാദം കൊടുത്ത് ഈ ഖൗലത്ത് വന്നിട്ട് ആയിഷാ ബീവിയുടെ ഉമ്മ റൂമാനോട് വാപ്പ അബൂബക്കറിനോടും ഈ വിഷയം പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് ചാടി വീണ് എന്റെ മോളെ നബിക്ക് കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? കേട്ടോളിൻ, ചരിത്രം പഠിക്കിൻ. എന്താ പറഞ്ഞത്? എന്റെ മകളെ മറ്റൊരാൾ വിവാഹം കഴിക്കാൻ ചോദിച്ചിരിക്കുകയാണ്, ഞാൻ അതിന്റെ ഏകദേശം ഒരു ധാരണ വരെ എത്തി നിൽക്കുകയാണ്, അയാളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, അതിനുശേഷം ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു. അല്ലാതെ കളിച്ചോണ്ട് നിന്ന ഒരു പെണ്ണിനെ പിടിച്ചോണ്ട് വന്ന് കെട്ടിയതല്ല, മറിച്ച് അവൾക്ക് വിവാഹപ്രായമെത്തിയെന്ന് ബോധ്യം വന്നപ്പോ ആ കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് മനസ്സിലാക്കിയിട്ട് വിവാഹാലോചന വന്ന് വിവാഹം നടത്തി കൊടുക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുമ്പോഴാണ് നബി തങ്ങളുടെ ആലോചന വരുന്നത്. അതുകൊണ്ടാണ് നബി തങ്ങൾക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു കൊടുത്തത്. അല്ലാതെ നബി തങ്ങൾ ഓടിച്ചിട്ട് പിടിച്ചു കൊണ്ടുവന്നതല്ല. ഇതൊന്നും ഞങ്ങൾക്ക് വിയർത്തുകൊണ്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പൊതുസമൂഹത്തിന് നബി തങ്ങളുടെ വിവാഹത്തിനെ പറ്റി പറയാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി തന്നിരിക്കാൻ. 1-ാം നൂറ്റാണ്ടിൽ വന്നോ? 2-ാം നൂറ്റാണ്ടിൽ വന്നോ? 3-ാം നൂറ്റാണ്ടിൽ വന്നോ? 4-ലും 5-ലും 6-ലും 7-ലും വന്നില്ല. 8-ലും 9-ലും 10-ലും 11-ലും തീരെ വന്നില്ല. 12-ലും 13-ലും 14-ലും 15-ലും 16-ലും വന്നില്ല. 17-ലും 18-ലും അങ്ങനെ ഒരു സംസാര വിഷയമില്ല. ഏറ്റവും ഒടുവിൽ 19-ാം നൂറ്റാണ്ടെത്തിയപ്പോൾ അതുവരെയും ആയിഷാ ബീവി എന്ന 9-കാരിയെ 50-കാരനായ മുഹമ്മദ് കെട്ടിയത് മോശമാണ് എന്ന് പറയാതിരുന്ന ആളുകൾ എല്ലാവരും അത് കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് എന്ന് നേരത്തെ ഞാൻ നിരത്തി വെച്ച കണക്കുകൾ വെച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതൊക്കെ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയും ശാരീരികമായ എഴുത്തുകൾ അങ്ങനെയാണ് എന്നിരിക്കവേ അവരാരും വിമർശിക്കാതിരിക്കുമ്പോൾ 19-ാം നൂറ്റാണ്ടിൽ കൃത്യമായി പറഞ്ഞാൽ 1905 ഡേവിഡ് സാമുവൽ എന്ന് പറയുന്ന കിരാതനായ ലോകം കണ്ട ഏറ്റവും വൃത്തിഹീനനായ ഡേവിഡ് സാമുവലാണ് ആദ്യമായിട്ട് നബി തങ്ങൾ ആ 9 വയസ്സുകാരി വിവാഹം കഴിച്ച ശിശുഗാമിയാണ് എന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോഴാണ് പ്രസംഗിച്ചത്, അപ്പോഴാണ് എഴുതി പിടിപ്പിച്ചത്. അന്നാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത്. 19-ാം നൂറ്റാണ്ടിന് മുമ്പ് അഥവാ 1905 മുമ്പ് പ്രവാചകനെതിരെ മോശമായ പുസ്തകങ്ങൾ എഴുതിയ പ്രവാചകനെതിരെ മോശമായ പുസ്തകങ്ങൾ എഴുതിയ പലരും ഉണ്ടായിരുന്നു. തസ്ലിമ നസ്രിൻ അടക്കം, സൽമാൻ റുഷ്ദി അടക്കം, അന്ന് രാജ്യം ഭരിച്ച രാജീവ് ഗാന്ധി പോലും ഇടയ്ക്ക് പറഞ്ഞു ഇന്ത്യയിൽ ഒരു പുസ്തകം ഞങ്ങൾ ഇറക്കുമതി ചെയ്യൂല എന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രവാചകനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് ഗ്രന്ഥങ്ങൾ എഴുതി, നബി തങ്ങളെ പറ്റി ആക്ഷേപിച്ചുകൊണ്ട് പുസ്തകങ്ങൾ എഴുതി, സെമിനാറുകളും നടത്തി. പക്ഷേ അവരാരും ഈ വിവാഹത്തിന്റെ വിഷയം ഉന്നയിച്ചിട്ടില്ല. 19-ാം നൂറ്റാണ്ടിന് മുമ്പ് ഏതെങ്കിലും ഒരു വിമർശകന് പ്രവാചകനെതിരെ ആക്ഷേപം ഉന്നയിച്ചവര്, രൂക്ഷമായ പരിഹാസം നടത്തിയവര് ആരെങ്കിലും പ്രവാചകന്റെ 50 വയസ്സുള്ളപ്പോൾ 9 വയസ്സുള്ള ആയിഷ ബീവി വിവാഹം കഴിച്ചത് മോശമായിരുന്നു എന്ന്, ബാലപീഡനമായിരുന്നു എന്ന്, ശിശുഗാമിയാണ് മുഹമ്മദ് എന്ന് 19-ാം
നൂറ്റാണ്ടിന് മുമ്പ് 1905 ഡേവിഡ് സാമുവലിന് മുമ്പ് ഏതെങ്കിലും ഒരാള് പ്രവാചകനെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് തെളിയിച്ചു തരാമെങ്കിൽ ഇവിടുത്തെ RSSകാരനെയല്ല ഞാൻ വെല്ലുവിളിക്കുന്നത്, മോഹൻ ഭാഗവതനെ ഞാൻ വെല്ലുവിളിക്കുകയാ, BJP നേതാക്കന്മാരെ മുഴുവനും വെല്ലുവിളിക്കുകയാ. അതിനു മുമ്പ് ഇങ്ങനെ ഒരു വിമർശനം ഏവനെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിച്ചു തന്നാൽ RSSന്റെ ശാഖയിലെ ഞാൻ തൂപ്പുകാരനായിരുന്നു ജോലി നോക്കാൻ മരണം വരെ നിഷേധിക്കാൻ കഴിയും. ഇവിടുത്തെ RSSകാർക്ക് കെട്ടിയിട്ട് നിങ്ങൾ സ്റ്റേജ് കെട്ടിയിട്ട് മറുപടി പറ. ഇല്ല, ആരും വിമർശിച്ചിട്ടില്ല. ഹബീബായ നബി തങ്ങളെ 19-ാം നൂറ്റാണ്ടിന് മുമ്പ് ഒരാൾ വിമർശിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഞാൻ നിങ്ങളെ പ്രവാചകനെ മനസ്സിലാക്കി തരാനുള്ള എളിയ ശ്രമമാണ്. എന്തുകൊണ്ടാണ്? അത് കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിരുന്നു. നമ്മുടെ ഹബീബ് അങ്ങനെ ഒരു മോശമായ സഭ്യതയില്ലാത്ത അശ്ലീല ചുവയുള്ള മനോഹരമായ വാക്കുകളല്ലാത്തതൊന്നും. ഏത് വാക്കുകൾ? ഏഴാകാശത്തിന് മുകളിൽ നിന്ന് സർവാധിനാഥനായ അല്ലാഹുവിന്റെ കൽപ്പനകളല്ലാതെ ഒരക്ഷരം പോലും നബി തങ്ങൾ മിണ്ടിയിട്ടില്ല, നബിതങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യ രാജ്യത്തിന്റെ വാനമ്പാടിയായ ശ്രീമതി സരോജിനി നായിഡു മരിക്കുന്നതിന് ബിഫോർ 7 days 7 ദിവസം മുമ്പ് കൊൽക്കത്തയിലെ ജനാരവത്തിന്റെ മുമ്പിൽ, സഹസ്രജനങ്ങളുടെ മുമ്പിൽ ശ്രീമതി സരോജിനി നായിഡു പ്രസംഗിച്ചത് ഇസ്ലാമിന്റെ സംസ്കൃതിയെ പറ്റിയായിരുന്നു. ഹബീബായ നബി തങ്ങളുടെ വ്യക്തിപ്രഭാവത്തിന്റെ പ്രോക്ഷണതയെ പറ്റിയായിരുന്നു. വിപൂർ ശർമ്മമാർ എവിടെ കുരച്ചാലും പാതിരാത്രി കുരയ്ക്കുന്ന ശ്വാനനെ പോലെ ഈ പുറങ്കാല് കൊണ്ട് ചവിട്ടിയെറിയുന്നു. ഞങ്ങൾ സ്വീകരിക്കുന്നത് രാജ്യത്തിന്റെ വാനമ്പാടിയായ സരോജിനി നായിഡുവിന്റെ വാക്കുകളാണ്. സരോജിനി നായിഡു മരിക്കുന്നതിന് 7 ദിവസം മുമ്പ് കൊൽക്കത്തയിൽ പ്രസംഗിച്ചത് ഇസ്ലാമിനെ പറ്റി, മുഹമ്മദ് നബിയെ പറ്റിയാ. മഹാനായ ഗാന്ധിജി, മഹാത്മജി, ആ ഗാന്ധിജി ബ്രിട്ടീഷുകാരന്റെ ജയിലിൽ കിടന്ന് കരയുകയാണ്. ബ്രിട്ടീഷുകാരൻ ചോദിച്ചു, എന്തിനാ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ബുക്ക് വായിക്കുകയായിരുന്നു, ആ ബുക്ക് തീർന്നുപോയി, അതുകൊണ്ട് കരഞ്ഞതാ. ഏത് ബുക്കാ നിങ്ങൾ വായിച്ചത്? ആരുടെ ബുക്കാണ് വായിച്ചത്? ഗാന്ധിജി വായിച്ചത് പ്രോഫിറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളെ പറ്റിയിട്ടുള്ള പുസ്തകമാണ്. ആ പുസ്തകം വായിച്ച് തീർന്നപ്പോൾ അവസാനത്തെ പേജ് എത്തിയപ്പോൾ നെഞ്ചകം തകർന്നുപോയി. ഇനിയും 10 പേജ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചുപോയി. മൈക്കിൾ എച്ച് ഹാർട്ട് എല്ലാവർക്കും അറിയാം. ഞാനത് കഥ പറയാനല്ല, ഞാൻ നിങ്ങളുടെ വരികൾക്കിടയിലൂടെ ഒരു കാര്യം സൂചിപ്പിക്കാൻ പറയുന്നു. മൈക്കിൾ എച്ച് ഹാർട്ട് ശുദ്ധ ക്രിസ്ത്യാനിയായിരിക്കവേ ദ 100 എന്ന ഗ്രന്ഥം എഴുതി. 100 പ്രമുഖരുടെ പേരെഴുതപ്പെട്ട ചരിത്രം പറയുന്ന ഗ്രന്ഥത്തിൽ ക്രിസ്ത്യാനിയായ ഈ മൈക്കിൾ എച്ച് ഹാർട്ട് ദ 100 എന്ന ഗ്രന്ഥത്തിൽ ഒന്നാമതായി എഴുതേണ്ടത് ക്രിസ്ത്യാനിയായ അദ്ദേഹം ശ്രീ യേശുവിനെ പറ്റിയാകണ്ടേ. അദ്ദേഹം യേശുവിനെ 3-ാം പേജിൽ കൊടുത്തിട്ട് 5-ാമത്തെ പേജിൽ കൊടുത്തത് കാരുണ്യത്തിന്റെ പ്രതീകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി. അതെല്ലാവർക്കും അറിയും. ഞാൻ പറയുന്നു, അറിയാത്തൊരു കാര്യം പറയാ. 100 പ്രമുഖ വ്യക്തികളുടെ പേര് പറയുന്നത് 100 എന്ന ഗ്രന്ഥത്തിൽ 320 പേജുകളുണ്ട്. ആ 320 പേജ് 100 പേരെ പറ്റി പറയുമ്പോ 320 പേജുള്ള ഗ്രന്ഥത്തിൽ ഒരാൾക്ക് 3 പേജും 2 വരിയും കൊടുക്കണ്ടേ? നീതി അതല്ലേ? 320 പേജുള്ളപ്പോ 100 പേരെ എഴുതുമ്പോ ഒരാളെ പറ്റി 3 പേജും 2 വരിയും കൊടുക്കണ്ടേ? പക്ഷേ ഈ മൈക്കിൾ എച്ച് ഹാർട്ട് 100 പ്രമുഖ വ്യക്തികളെ പറ്റിയിട്ട് പരാമർശിക്കുമ്പോ 320 പേജുള്ള പുസ്തകത്തിൽ ഹബീബായ നബി തങ്ങളെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടി മൈക്കിൾ എച്ച് മാറ്റിവെച്ചത് 16 പേജുകളായിരുന്നു. 5 ഇരട്ടി. എന്തേ? അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി അവർക്ക് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ, ഫ്രീഡം പാർട്ടി എന്ന തീവ്ര വലതു സംഘടനയുടെ നേതാവായിരുന്ന ഡച്ച് പാർലമെന്റേറിയനായിരുന്ന ജ്വാറം എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാമിനെതിരെ രൂക്ഷമായിട്ട് വിമർശിച്ചയാളാണ്. അള്ളാന്റെ ഹബീബിനെ വല്ലാതെ അപകീർത്തിപ്പെടുത്തി. ഇന്ന് യൂറോപ്പിൽ അദ്ദേഹവും കുടുംബവും ഇസ്ലാമിന്റെ പ്രബോധകരാണ്. അർണോട്ട് എന്ന് പറയുന്ന ഫിത്ന എന്ന സിനിമ ഇറക്കിയ നെതർലാൻഡിലെ പാർലമെന്റേറിയൻ. നെതർലാൻഡ് പറയുമ്പോ ഒരുത്തന്റെ കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല.
എന്ത് ചെയ്യാൻ? പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. പലരും വിളിച്ചു പറഞ്ഞു, പലരും ഉപദേശിച്ചു. ഉപദേശിക്കാൻ എല്ലാവർക്കും അവകാശമുള്ളത് കൊണ്ടാണ് പലരും ഉപദേശിക്കുന്നത്. ഇവിടെ നിന്നും പലരും എന്നെ വിളിച്ചുപദേശിച്ചു, വാക്കുകൾ ഒന്ന് സൂക്ഷിക്കണം, നല്ലതാണ് എന്ന്. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒന്ന് വിമർശിക്കാതിരിക്കാൻ കഴിയുക? ഒന്ന് പറയാതിരിക്കാൻ എങ്ങനെയാണ് കഴിയുക? നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. നമുക്ക് വലിയ കോളൊക്കെ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല, ഒരു കൊടുങ്കാറ്റാവാൻ പറ്റുന്നില്ല, ഒരു ഇളം പെന്നലെങ്കിലുമായി പ്രതിഷേധിക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു രാത്രിയിൽ നമ്മുടെ ശരീരത്തിന്റെ ഊർജം അങ്ങനെയെങ്കിലും ഒന്ന് ചെലവഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ ഹബീബിനോടുള്ള പ്രണയം? നെതർലാൻഡിൽ ഇരുന്നു കൊണ്ട് സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, നല്ല തണ്ടിയും ശരീരവുമുണ്ട്, മക്കൾക്ക് പണിയെടുത്തിട്ട് ഭക്ഷണം കൊടുത്തൂടെ? നബി തങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് അയാൾ കാശുണ്ടാക്കുന്ന യൂട്യൂബ് വരുമാനം. നെതർലാൻഡിലെ സെബാസ്റ്റ്യൻ പുന്നക്കൽ മലയാളിയാണ്. അയാൾ നബി തങ്ങളെ എന്നും ആക്ഷേപിക്കുന്നവനാണ്. ഒരു മറുനാടൻ മാമ മലയാളിയെ പോലെ, ഇവിടുത്തെ കോളാമ്പി ഫേസ്ബുക്ക് ചാനൽ പോലെ, അതുപോലെ തന്നെ ഒരുപാട് അക്കമിട്ട് പറയാൻ ഒരുപാടുണ്ട്. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഈ പറയപ്പെടുന്ന നെതർലാൻഡ് പാർലമെന്റേറിയനായ ഫിത്ന എന്ന സിനിമ ഇറക്കിയ ഈ അർനാഡ് എന്ന് പറയുന്ന വ്യക്തി അവസാനം നബി തങ്ങളെ പറ്റി മനസ്സിലാക്കിയിട്ട് മുസ്ലിമായെന്ന് മാത്രമല്ല, റൗള ശരീഫിന്റെ മുമ്പിൽ വന്ന് ഹബീബായ നബി തങ്ങളുടെ ഖുബ്ബത്തുൽ ഖദറായിന്റെ ചുവട്ടിലിരുന്ന് പൊട്ടി പൊട്ടി കരഞ്ഞ് മാപ്പ് ചോദിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ചിട്ട് കുടുംബസമേതം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നാൽ ഏറ്റവും നല്ല ക്രൈസ്തവ മിഷനറിയായിരുന്ന ഡാനിയൽ എന്ന് പറയുന്ന വ്യക്തി, അയാൾ സ്വിറ്റ്സർലൻഡിലെ പ്രമുഖനാണ്. അയാൾ ഇസ്ലാമിനെ പറ്റി പഠിച്ചു. ആദ്യം രൂക്ഷ വിമർശകനായിരുന്നു, പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇന്ന് കുടുംബത്തോടെ ഇസ്ലാമിലാണ്. അദ്ദേഹം ഇസ്ലാമിന്റെ പ്രബോധകനാണ്. നിങ്ങൾക്ക് പഠിക്കാൻ അവസരമുണ്ട്, നിങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ മതി. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ വോണ്ടർട്ടിലിയെ പോലെ, ഹീദർ മാത്യൂസിനെ പോലെ, കേശീഷ് ക്ലേയെ പോലെ, കാറ്റ് സീവനെ പോലെ, ഫാത്തിമ ശബരിമലയെ പോലെ, കമല സുറയ്യയെ പോലെ, ടോണി ബ്ലെയറിന്റെ കുടുംബത്തിലെ പെണ്ണിനെ പോലെ നിങ്ങൾക്ക് ഇസ്ലാമിനെ പഠിച്ച് മുസ്ലിമായി നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുയായിയായി മാറാൻ നിങ്ങൾ തയ്യാറല്ല, അതിന് നിങ്ങൾക്ക് സൗകര്യമില്ല എങ്കിൽ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ഇസ്ലാമിലേക്കൊന്നും വരണ്ട. അത് ഹിദായത്തുള്ളവൻ അല്ലാഹു തആല കൊടുക്കുന്നവന് മാത്രമേ ഇസ്ലാമിലേക്ക് വരാൻ പറ്റൂ. ഒരു പള്ളിയിലെ ജുമയ്ക്ക് പോകുന്ന ഒരു ഇമാം എന്നുള്ള നിലയിൽ എനിക്ക് തന്നെ അല്ലാഹു ഹിദായത്ത് എപ്പോഴാ ഊരിക്കളയുന്നതെന്ന് പറയാൻ പറ്റൂല. 12,000-12,000 വരുന്ന മുറബ്ബിയായ ശൈഖന്മാരുടെ ശൈഖായിരുന്ന, ആയിരക്കണക്കിന് മദ്രസകൾ നടത്തിയിരുന്ന ജുനൈദുൽ ബഗ്ദാദിയുടെയും അല്ലാമ ശിബിലി റഹിമഹുള്ളയുടെയും ഒക്കെ മുറബ്ബിയായ ശൈഖായിരുന്ന അബൂ അബ്ദുല്ലാഹിൽ അംദലൂസി റഹിമഹുള്ള അവസാനം അദ്ദേഹത്തിന്റെ ഹിദായത്തും വിലായത്തും അല്ലാഹു തആല ഊരിക്കളഞ്ഞപ്പോൾ അരപ്പട്ട കെട്ടിയിട്ട് അരപ്പട്ട കെട്ടിയിട്ട് പന്നികളെ മേച്ച് നടന്നു. അവസാനം വീണ്ടും അല്ലാഹു തആല ഹിദായത്ത് കൊടുത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. 12,000 വരുന്ന മുറബ്ബിയായ ശൈഖുമാരുടെ ശൈഖായിരുന്ന, ആയിരക്കണക്കിന് ഖാൻഗാഹുകളുടെ ഗുരുനാഥനായിരുന്ന, ആയിരക്കണക്കിന് മദ്രസകൾ നടത്തിയിരുന്ന, നിരവധി ഉലമാക്കളുടെ മുറബ്ബിയായ ശൈഖായിരുന്ന അബൂ അബ്ദുല്ലാഹിൽ അംദലൂസിയുടെ ശിഷ്യന്മാരാണ് ജുനൈദുൽ ബഗ്ദാദിയും അല്ലാമ ശിബിലി റഹിമഹുള്ള അടക്കമുള്ളവര്. അവസാനം ഒരു ക്രിസ്തീയ പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ പിതാവിന്റെ മുമ്പിൽ ചെന്ന് കാലു പിടിച്ച് അയാൾ വെച്ച ഡിമാൻഡുകൾ അംഗീകരിച്ച് പന്നിയെ മേച്ചുകൊണ്ട് നടന്നു. അദ്ദേഹം ദഅവത്ത് നടത്തുന്ന ഊന്നുവടി പന്നിയെ മേയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അദ്ദേഹം ധരിച്ചിരുന്ന കന്തൂറയുടെ അരഭാഗത്ത് അരപ്പട്ട കെട്ടിയിട്ട് ഒരു മാർപ്പാപ്പയെ പോലെ നടന്നിരുന്നു. അവസാനം അദ്ദേഹത്തിന് പഠിച്ച ഖുർആനിന്റെ ഒരായത്ത് പോലും ഓർമ്മയില്ലാതെയായി. അവസാനം ഹദീസുകൾ 30,000 ഹദീസ് മനപ്പാടമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു ഹദീസ് പോലും അദ്ദേഹത്തിന് മനപ്പാടമില്ലാതെ പോയി. അവസാനം അല്ലാഹു ഹിദായത്തും വിലായത്തും തിരിച്ചു കൊടുത്തു. അദ്ദേഹം വിശുദ്ധ ഖുർആൻ മനനം ചെയ്തു. ആ ഹദീസുകൾ വീണ്ടും മനപ്പാടമാക്കി. അതുകൊണ്ട് ഹിദായത്ത് അല്ലാഹു തആല ആർക്കാ ഊരുന്നെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ആകണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. RSSകാര, നിങ്ങളൊരു ഹിന്ദുവായി ജീവിക്കും, നിങ്ങളൊരു ഹിന്ദുവായി ജീവിക്കും. ക്രിസംഖികളെ, നിങ്ങളൊരു ക്രിസ്ത്യാനിയായി ജീവിക്കും. സമാധാനം നമുക്ക് പങ്കിട്ടെടുക്കാം. എത്ര മനോഹരമാണ്. നാൽക്കവലയാകുന്ന ഈ ചിറ്റുമൂല ജംഗ്ഷനിൽ നിൽക്കുമ്പോ ഇവിടെ ചർച്ചുണ്ട്, എനിക്കറിയാം. ഇവിടെ അമ്പലവുമുണ്ട്, നന്നായിട്ടറിയാം. സഹോദരങ്ങളെ, അതിന്റെയൊക്കെ മുന്നിലൂടെ സൈക്കിൾ ചവിട്ടി പോയിട്ടുള്ള ആളാണ് ഞാൻ. പറയുന്നു, ഈ ചർച്ചും ഈ അമ്പലവും ഈ മസ്ജിദും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും ഇവിടെ സഹോദരങ്ങളെ പോലെ കഴിയുന്നത്. അത് മതി, ഇവിടെ മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് പറയുന്നവനെ ടിക്കറ്റ് എടുത്തിട്ട് പോകുന്നല്ലോ ശിഹാബ് ചേറ്റൂര്, അദ്ദേഹത്തിന്റെ കൂടെ അങ്ങ് വിട്ടേക്ക്, അങ്ങ് മദീനയിൽ പോട്ടെ, ഇവിടെ വേണ്ട.
ഇവിടെ വേണ്ട. ഇവിടെ ഹിന്ദു രാജ്യമാക്കണമെന്ന് പറയുന്നവന് വേറെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിട്ടേക്കണം. ഇവിടെ ക്രൈസ്തവ രാജ്യമാക്കണമെന്ന് പറയുന്നവന് അവനെ അവന്റെ വഴിക്ക് വിട്ടേക്കണം. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും തോളോട് തോളെ നിൽക്കുന്ന മഴവിൽ മനോഹരിതയിൽ ഇവിടെ ജീവിക്കാൻ പറ്റുന്നവരിവിടെ ജീവിച്ചാൽ മതി. സഹോദരങ്ങളെ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾക്ക് വീണ്ടും വിമർശിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണമെന്ന് പറയുന്നില്ല. നിങ്ങളൊരു ഹിന്ദുവായി ക്രിസ്ത്യാനിയെ നിങ്ങൾ ജീവിക്കുക, മുസ്ലിമായി ജീവിക്കുക. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനെ കൂടുതൽ പഠിക്കാൻ തയ്യാറാകുക. നിങ്ങൾക്കൊരു അവസരമുണ്ട്. ആ അവസരമാണ് ഞാൻ പറഞ്ഞത്. അതല്ല, ഇനിയും നിങ്ങൾ ഇത് നിർത്തുന്നില്ല എങ്കിൽ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ നിർത്തുന്നില്ലെങ്കിൽ ഒരു താക്കീതാണ്, ഇതൊരു താക്കീതാണ്, ശക്തമായ താക്കീതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നൊരു ക്രിസ്ത്യാനി മുസ്ലിമായി, നബി തങ്ങളുടെ ഒരു സഹാബിയായി, അദ്ദേഹം നബി തങ്ങളുടെ റൈറ്ററായി, നബി തങ്ങളുടെ കാത്തിബുൽ വഹിയായി, വഹി എഴുതി വെക്കുന്ന ഒരാളായി, നബി തങ്ങൾക്ക് വലിയ പ്രിയമായി, അദ്ദേഹം നബി തങ്ങളുടെ സതീർത്ഥ്യനായി, നബി തങ്ങളുടെ സഖാവായി. അവസാനം വീണ്ടും അദ്ദേഹം കൺവെർട്ട് ചെയ്തിട്ട് ക്രൈസ്തവ മതത്തിലേക്ക് പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയോ? ഈ മുഹമ്മദിന് ഞാൻ എഴുതി കൊടുത്തതല്ലാതെ ഒരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞു. മുഹമ്മദിന് ഒന്നും അറിയില്ല, ഞാൻ എന്തെഴുതി കൊടുത്തു അതല്ലാത്ത ഒന്നും മുഹമ്മദിന് അറിയൂല. മുസ്തഫ നബി തങ്ങൾ ഒരു അക്ഷരവും മിണ്ടിയില്ല. നബി തങ്ങളുടെ സഹാബത്ത് ഒന്നും മിണ്ടിയില്ല. കുറെ നാള് കഴിഞ്ഞ് ഇയാള് ചത്തു. ആളുകൾ കൊണ്ടുവന്ന് കുഴികുട്ടി അടക്കി. പിറ്റെന്ന് നേരം വെളുത്ത് പ്രഭാത കിരണം പൊട്ടി വിടർന്നപ്പോ കിഴക്കന് ചക്രവാളത്തിൽ അതിന്റെ അരുണന്റെ കിരണങ്ങൾ പ്രകടമായപ്പോ ഇയാളുടെ ബോഡി റിജക്ട് ചെയ്തു. ഭൂമി സ്വീകരിച്ചില്ല. ആളുകൾ പറഞ്ഞ് മുഹമ്മദിന്റെ അനുയായികൾ ചെയ്തതാണ്. ഒന്നും മിണ്ടിയില്ല, പ്രതികരിച്ചില്ല. വലിയ കുഴികുട്ടി അടക്കി. രണ്ടാം ദിവസവും ഭൂമി പുറത്തള്ളി, മൂന്നാം ദിവസവും പുറന്തള്ളി. ആകാശത്തിനപ്പുറത്തുള്ള ദൈവത്തിന്റെ ഈശ്വരന്റെ ഇടപെടലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ ആ ബോഡി ഉപേക്ഷിച്ചു. എന്താ? ഹബീബായ നബി തങ്ങളെ വിമർശിക്കാൻ നിങ്ങൾ നിന്നാൽ നിങ്ങൾക്ക് മരിച്ചിട്ട് കുഴിയിൽ പോലും കിടക്കാൻ കഴിയില്ല. ഞങ്ങൾ അക്രമോത്സകരാകുമെന്നല്ല ഈ പറയുന്നത്. ഞങ്ങൾ എവിടെയെങ്കിലും കലാപം ഉണ്ടാക്കിയോ? കേരളത്തിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകർ തൊടിയൂർ ഉസ്താദ് പറഞ്ഞ ഇറങ്ങൂലേ വടിയും തടിയുമായിട്ട്? മഹാനായ സയ്യിദുൽ ഉലമ ജിഫരി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞാൽ സമസ്തയുടെ മക്കൾ ഇറങ്ങൂലേ? മഹാനായ ശൈഖുന കാന്തപുരം അബൂബക്കർ ഉസ്താദ് പറഞ്ഞാൽ സമസ്തയുടെ എപി സമസ്തയുടെ മക്കൾ ഇറങ്ങൂലേ? ചിന്തിച്ചു നോക്ക്. അല്ലാമ മൗലാന നജീബ് മൗലവി ഉസ്താദ് അവர்கள் പറഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ മക്കൾ ഇറങ്ങൂലേ? അബ്ദുൽ അസീസ് സാഹിബ് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകർ ഇറങ്ങൂലേ? ഹുസൈൻ സലഫി പറഞ്ഞാൽ, ബാലുശ്ശേരി പറഞ്ഞാൽ മുജാഹിദ് പ്രവർത്തകർ ഇറങ്ങൂലേ? കായംകുളത്ത് നിന്നോ അല്ലെങ്കിൽ ഡൽഹി നിസാമുദ്ദീനിൽ നിന്നോ ഇവിടെ തബ്ലീഗിന്റെ പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുത്താൽ അവരിറങ്ങൂലേ? ജാബിർ ഉസ്താദ് വെള്ളിയാഴ്ച പള്ളിയിൽ നിങ്ങൾ എന്തേ ഇങ്ങനെ മടിച്ചിരിക്കുന്നു? ഞങ്ങളുടെ ഹബീബിനെ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? ഇറങ്ങൂ മക്കളെ എന്ന് പറഞ്ഞാൽ ആരാ ഇറങ്ങാത്തത്? പക്ഷെ എവിടെയെങ്കിലും ആരെങ്കിലും മിണ്ടിയോ? ഇതിനപ്പുറം ഇനി എന്ത് സമാധാനമാണ് ഞങ്ങള് കാണിക്കേണ്ടത്? ഞങ്ങളുടെ നേതാവിനെ പറഞ്ഞു, ഞങ്ങളുടെ ഹബീബിനെ പറഞ്ഞു, ഇതിനപ്പുറം ഇനി ഒന്നുമില്ല. ഞങ്ങളെ പറ്റി പറഞ്ഞിട്ട് ഏതെങ്കിലും ക്ഷേത്രങ്ങൾ തകർത്തോ, ഏതെങ്കിലും ചർച്ചകൾ തകർത്തോ, ഏതെങ്കിലും RSSന്റെ ശാഖകൾ തകർത്തോ? ഒന്നും ഞങ്ങൾ ചെയ്തില്ല. കാരണം ഞങ്ങളുടെ പ്രവാചകൻ ആയിഷ ബിബി പറഞ്ഞു, ലം യകുൻ ഫാഹിഷൻ വലാ മുതഫഹിഷൻ വലാ സഖാബൻ ഫിൽ അസ്വാഖി വലാ യജ്സിഉ ബിസൈഅതി സൈഅ വലാകി യഅഫു വയസ്ഫഹു. ആയിഷ ബിബി നബി തങ്ങളെ പറ്റി പറഞ്ഞതാണ്. ലം യകുൻ ഫാഹിഷ, നബി തങ്ങൾ അശ്ലീലം പറയുന്നവനല്ല. വലാ മുതഫഹിഷ, പരിഹസിക്കുന്നവനും വിമർശിക്കുന്നവനും കുഴപ്പക്കാരനുമല്ല. വലാ സഖാബുൻ ഫിൽ അസ്വാഖി, കമ്പോളങ്ങളിൽ കിടന്ന് മുണ്ടും മടക്കി കുത്തിയിട്ട് പ്രശ്നമുണ്ടാക്കുന്നവനല്ല. വലാ യജ്സിഉ ബിസൈഅതി സൈഅ, തിന്മയെ തിന്മ കൊണ്ട് എതിരിടുന്നവനല്ല. നബി തങ്ങളെ പറ്റി പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി ഞങ്ങൾ പറയൂല. നിങ്ങൾ ഞങ്ങളുടെ പ്രവാചകനെ പറ്റി പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ പറ്റി ഞങ്ങൾ പറയൂല. നിങ്ങൾ ഞങ്ങളെ പറ്റി എന്ത് പറഞ്ഞാലും, ഞങ്ങളുടെ നേതാവിനെ എന്ത് വിമർശിച്ചാലും ഞങ്ങൾ ഇതുപോലെ മൈക്ക് വെച്ച് കെട്ടിയിട്ട് ഞങ്ങളുടെ ഊർജം കളഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ചോര വിയർപ്പാക്കിയിട്ട് ഞങ്ങളൊന്നും നിലവിളിച്ച് ഞങ്ങളുടെ ഹബീബിന്റെ പേരിൽ കുറെ സ്വലാപ്പ് ചൊല്ലു, ഞങ്ങളുടെ പ്രവാചകൻ അതായിരുന്നു എന്ന് ഞങ്ങളുടെ ഉമ്മത്തിനെ ഒന്ന് പഠിപ്പിക്കൂ. അല്ലാതെ ഞങ്ങൾ ഒരു വിമർശനവും അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ലല്ലോ. പക്ഷേ ദൈവത്തിന്റെ ഇടപെടൽ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് മരിച്ചാൽ കുഴി കിടക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ ശിക്ഷ, പടച്ചവന്റെ ശാപം, അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ നിങ്ങൾക്ക് ഉണ്ടാവും. ആ ശിക്ഷ നിങ്ങൾ ഭയപ്പെടുക.